ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. വഴുതനങ്ങ ഒരു 4 വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് വേപ്പില, സവാള പകുതി, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 4 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുക് 1 ടീസ്പൂൺ കടുക്, സവാള ഒരു പകുതി സവാള, അത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡിയാക്കുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ മുമ്പിൽ നിൽക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, വേപ്പില. നമുക്ക് വഴുതനയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. തീ ചെറുതാക്കി വെച്ച് ആ ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ വേണം വഴുതനങ്ങ റെഡിയാവാൻ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ അലുത്തു പോകും. ഇതിങ്ങനെ തന്നെ കിടന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി, അധികം ടൈമൊന്നും വേണ്ട. ഇത് നന്നായിട്ട് വെന്ത് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും. നമ്മളധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. വഴുതനങ്ങ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇതിങ്ങനെ റെഡിയാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടും. ഈ വഴുതനങ്ങയും മെഴുക്ക് പുരട്ടിയും രസവും പപ്പടവും കൂടി ചോറിനുണ്ടെങ്കിൽ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.